മാംഗല്യം സീരിയൽ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നതിൻ്റെ കമൻസ് ആൻഡ് ഷെയർസ് ലൈസ്റ്റ് ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന അർച്ചന സച്ചിയോട് സംസാരിക്കുന്നത് മറ്റൊന്നുമല്ല സംസാരിക്കുന്നത് ധനുഷിനെ എന്താണ് പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യമൊക്കെയാണ്. ധനുഷിൻ്റെ പുറത്താണ് ഇപ്പോൾ എല്ലാ കുറ്റങ്ങളും വന്നിരിക്കുന്നതിലും ധനുഷ് ഒറ്റയ്ക്കാവത്തില്ല സച്ചിയായിട്ട് ഈ കുറ്റങ്ങളൊക്കെ ചെയ്ത്. ഇതിൻ്റെയൊക്കെ പിറകിലുള്ള മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്ന അവന്തികേട്ടത്തെ തന്നെ ഇപ്പോഴും അവർ താമസിക്കുന്ന അതേ വീട്ടിൽ തന്നെ നമ്മൾ അവരുടെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെ മനസ്സമാധാനമായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റും. എല്ലാ പ്രശ്നങ്ങളും ഒതുങ്ങി നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. എനിക്കറിയാം സച്ചിയേട്ടാ, ആ ധനുഷ് ഇനി വീണ്ടും തിരിച്ചു വരും. അവൻ പൂർവാധികം ശക്തിയോടെ തന്നെ തിരിച്ചു വരും. അത് നേരിടാൻ നമ്മൾ തയ്യാറായിക്കണമെന്ന് അർച്ചന പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് സച്ചി പറയുന്നത് അവൻ ഇനി തിരിച്ചു വന്നാലുള്ള കാര്യമൊക്കെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കറിയാം. അന്നേരം അവന് കൊടുക്കാനുള്ള പണിയൊക്കെ ഞാൻ നല്ല പോലെ കൊടുത്തോളാം. ഇപ്പം അവൻ പോലീസ് കസ്റ്റഡി ആയതല്ലേ ഉള്ളൂ. അവൻ്റെ പുറത്തുള്ള കുറ്റങ്ങളൊക്കെ തെളിയിച്ചു കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് അർച്ചന പറയുന്നുണ്ട് കുറ്റങ്ങളൊക്കെ തെളിയിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല സച്ചിയേട്ടാ. എന്താ സംഭവിക്കുന്നത് അറിയത്തില്ല. പറയുന്നെങ്കിലും സച്ചിയേട്ടാ അവധി കേട്ടത് ഇതൊക്കെ കണ്ടിട്ട് വെറുതെ ഇരിക്കുമെന്നൊന്നും എനിക്ക് തോന്നില്ല. അവർ ഉറപ്പായിട്ടും വീണ്ടും ഇതുപോലെ പല പാരകളും കൊണ്ട് തന്നെ ഇറങ്ങും. പക്ഷേ ഇനി അങ്ങനെ ചെയ്യുമ്പോൾ ധനുഷിന് തിരിച്ചു വരവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തോട്ടേക്കൊക്കെ ആയിരിക്കും നമ്മുടെ അർച്ചന പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട് അവനിനി ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നാൽ അവനുള്ള പണിയൊക്കെ ഞാൻ നല്ല പോലെ കൊടുത്തിരിക്കും. ഇപ്പം എല്ലാവർക്കും എല്ലാ സത്യങ്ങളും അറിയാമല്ലോ എന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേക്കും അർച്ചന പറയുന്നുണ്ട് ഇന്ന് തന്നെ ധനുഷ് മാത്രമല്ല ഒറ്റയ്ക്കല്ല പോകേണ്ടത്. ഇന്ന് ധനുഷിനെ കൂടെ അവന്തി എടുത്ത് ഒരുമിച്ച് തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതാണ്. പക്ഷേ അവരുടെ കാര്യം അങ്ങനെ ഇവിടെ കുടുംബത്തെ അറിഞ്ഞാൽ അച്ഛനും മറ്റുള്ളവർക്കും വരുന്ന ആ ഒരു സങ്കടം ആ ഒറ്റൊരു കാര്യം ആലോചിച്ച് മാത്രമാണ് അവരുടെ പേര് ഇതിൽ പെടാതിരിക്കാൻ അത്രമാത്രം കഴിവതും പരിശ്രമിച്ചെന്ന് അർച്ചന പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട് അവന്തി കേട്ടത് ഇനിയെങ്കിലും തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിച്ചാൽ അവർക്ക് കൊള്ളാം. അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള പണി എന്തൊക്കെയാണെന്നുള്ള കാര്യം എനിക്കറിയാം. അവരെയും ധനുഷിനും ഒരുമിച്ചാക്കി ഇനി വല്ല പണി കിട്ടുന്നതെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് അർച്ചന എന്താണ് ഒരു ആശ്വാസം. അത് അർച്ചന ഒന്ന് ചിരിക്കുമ്പോഴത്തേക്ക് സച്ചി പറയും എത്ര നാളായിടോ താൻ ഇങ്ങനെ ഒന്ന് ചിരിച്ചിട്ട്, താൻ ഒന്നും കൂടെ ചിരിച്ചേ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി എന്താണ് അർച്ചനയായിട്ട് റൊമാൻറ്റിക് ആവണം. അപ്പോഴത്തേക്കും സച്ചി പറയണം നമുക്ക് ഈ മൂടി തന്നെ വേഗം പെട്ടെന്ന് കടന്നുറങ്ങിയാലോ അർച്ചന എന്ന് പറയുമ്പോഴത്തേക്ക് അതിപ്പം വേണ്ട സച്ചിയേട്ടൻ പോയി കുളിച്ചിട്ടൊക്കെ വന്ന് പറയുമ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട് ഞാൻ കുളിച്ചാടോ എന്നൊക്കെ പറഞ്ഞ് സച്ചി എന്താണ് അർച്ചനയുടെ നല്ല കിന്നാരെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് അർച്ചന പറയും നിന്ന് കിണുങ്ങാ സച്ചിയേട്ടാ പോയി കുളിച്ചിട്ട് വന്നേ, എന്നിട്ട് പിന്നെ നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉറങ്ങണോ വേണ്ടെന്നൊക്കെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. സച്ചിട്ട് എന്തായാലും വേഗം പോയി കുളിച്ചിട്ടാന്ന് പറയുമ്പം സച്ചി പറയുന്നുണ്ട് എനിക്ക് വിശപ്പൊന്നും ഇല്ലടോ, എൻ്റെ വയറൊക്കെ നിറഞ്ഞിട്ട് എത്ര നാളിന് ശേഷമാണ് താൻ ഇങ്ങനെ ഒന്ന് ചിരിക്കുന്നത്. നമ്മൾ ഇതേപോലെ നമ്മുടെ ഈ റൂമിൽ ഇത്ര സമാധാനത്തിൽ ഇരിക്കുന്നത്. ഇന്നലെ എല്ലാ പ്രശ്നങ്ങളും തലേന്നൊക്കെ മാറിക്കിട്ടിയത്. ഇതുപോലെ ഒരു ദിവസം വന്നിട്ട് എത്ര നാളായി എന്നൊക്കെ സച്ചി പറയുമ്പം ശരിയാ സച്ചിയേട്ടാ എന്തൊരു മനസ്സമാധാന കേടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട് തനിക്കറിയാമല്ലോ അർച്ചന, എനിക്ക് എപ്പോഴും താനും ഞാനും മാത്രമായുള്ള ആ ഒറ്റ ലോകം മാത്രമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഇരിക്കാനാണ് എനിക്ക് കൂടുതലും താല്പര്യം ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കകത്ത് ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്ന് സംഭവിച്ചുകൊണ്ടല്ലേ. അപ്പം സച്ചി വീണ്ടും അവിടെ നിന്ന് കിണുങ്ങാനായിട്ട് നോക്കുമ്പോഴത്തേക്കും അർച്ചന പറയുന്നുണ്ട് ഇനി നിന്ന് സംസാരിച്ച് സമയം കളയേണ്ട, സച്ചിട്ട് എന്തായാലും വേഗം പോയി കുളിച്ചിട്ട് വന്നിട്ട് സച്ചിൻ എന്താണ് ഉന്തിത്തള്ള എങ്ങനെയെങ്കിലും കുളിക്കാനായിട്ട് പറഞ്ഞു വിടുക. അപ്പോഴത്തേക്കും സച്ചി എടുത്ത് പറയുന്നത് എന്തൊരു മടിയനാണ് സച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് സച്ചി എന്താണ് കുളിക്കാൻ കയറി. അപ്പോഴത്തേക്കാണ് അർച്ചനയ്ക്ക് പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നത്. അപ്പോൾ ആ ഫോൺ കോൾ എടുക്കുന്നത് അർച്ചന ഭയങ്കര ഞെട്ടി നിൽക്കുന്നത് കാണിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന ആദരയ്ക്ക് എന്തെങ്കിലും സംഭവമാണെന്നൊക്കെ നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുക. അപ്പോഴാണ് അറിയുന്നത് ആദരയുടെ കാര്യമൊന്നുമില്ല, ഇത് സന്ധ്യയുടെ കാര്യം പറയാനുള്ള കോളാണ്. അപ്പോൾ സന്ധ്യ എന്താണ് ബാംഗ്ലൂരിൽ സന്ധ്യയെ പിടിച്ചുകൊണ്ട് പോയമാരൊക്കെ സന്ധ്യയുടെ വീട്ടിൽ തന്നെ കൊണ്ടിട്ട് കൊടുത്തു. അതായത് സന്ധ്യ ഭയങ്കര വയ്യായ്മയ്ക്കകത്താണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സന്ധ്യ എന്താണ് അവിടെ ട്രിപ്പൊക്കെ കുത്തി അവിടെ കിടക്കുവാണ്. അപ്പോൾ ഈ കാര്യമൊക്കെയാണ് ഈ വിളിച്ചറിഞ്ഞത്. അപ്പോൾ സന്ധ്യയുടെ കൂടെ ബൈസ്റ്റാൻഡർ ആരും ഇല്ല എന്നുള്ള കാര്യമൊക്കെയാണ് അർച്ചന അറിയുന്നത്. അപ്പോഴത്തേക്കും താഴെ നന്ദൻ എന്തൊരു മണ്ടനായിരുന്നു, തന്നെ എങ്ങനെയൊക്കെ ഈ പറയുന്ന ധനുഷ് എന്ന് പറഞ്ഞാൽ പമ്പര വിഡ്ഢിയെ പോലെ കയ്യിലിട്ട് വട്ടം കറപ്പിച്ചു. അതിൻ്റെ ഓരോ സീനും ചെകഞ്ഞെടുത്ത് ഇങ്ങനെ ആലോചിക്കുക. അങ്ങനെ ആലോചിച്ച് നോക്കാൻ ഇഷ്ടംപോലെ കാര്യമുണ്ടല്ലോ. കാരണം ധനുഷ് 1-2 വട്ടമാണ് കണ്ണ് ഈ പൊടി ഇട്ടിട്ട് പോയത്. എത്ര വട്ടം പൊടി ഇട്ടിട്ടും അറിയാതെ കണ്ണ് തുറന്ന് വെച്ച് കൊടുക്കുമല്ല എന്ന് പൊട്ടനാവാനായി. അപ്പോൾ ഇതൊക്കെ ആലോചിക്കുവാണ്. കാരണം എന്താണ് ചിരിക്കുന്നത് ഇന്ന് അർച്ചന പറഞ്ഞില്ല നിൻ്റെ പേര് ധനുഷ് എന്നല്ല അല്ലേടാ എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ പറയുന്നില്ല അല്ല എൻ്റെ പേര് ധനുഷ് എന്നല്ല. കാരണം സച്ചിയും കൂടെ ഭീഷണിപ്പെടുത്തുമ്പോഴത്തേക്കും ധനുഷ് പറയുന്നല്ലോ എൻ്റെ പേര് ധനുഷ് എന്നല്ല എന്ന് പറയുന്നതും. അതിൻ്റെ ഒപ്പം തന്നെ എന്താണ് ഈ ധനുഷിൻ്റെ വാടകയ്ക്ക് വന്ന അച്ഛനും അമ്മയൊക്കെ കൈകൂപ്പി ഞങ്ങളൊക്കെ ഒരു നാടക നടന്മാരും നാടക നടികളാണ്, ഞങ്ങൾ പൈസയ്ക്ക് വേണ്ടി അഭിനയിക്കുന്നവരാണ്, ഞങ്ങളൊന്നും ചെയ്യില്ല സാറേ എന്നൊക്കെ പറഞ്ഞൊക്കെ ഈ നന്ദൻ എന്താണ് ഇങ്ങനെ റീവൈൻ്റെ തലയിൽ ഞാൻ എന്തൊക്കെ കാര്യത്തിനകത്താണ് മന്ദബുദ്ധി ആയെന്നൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കും അർച്ചന പറയുന്നില്ലേ ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഇവനോട് ചെയ്യാനോ പറയാനുണ്ടെങ്കിൽ നന്ദേട്ടനാണ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെട്ടത് ഇവൻ ഏറ്റവും കൂടുതൽ പറ്റിച്ചത് നന്ദേട്ടനെയാണ്. അപ്പോൾ നന്ദേട്ടനെ ഇന്ന് ഇവൻ എന്ത് ചെയ്യണമെങ്കിലും ചെയ്യുന്ന പറയുമ്പോഴത്തേക്കും നന്ദ എന്താണ് സ്നേഹയെ കൊണ്ടുവന്ന് അവന് ഒറ്റ അടി വെച്ച് കൊടുത്തില്ല. ഇതൊക്കെ ആലോചിച്ച് ഭയങ്കര മനസ്സ് നൊന്നിരിക്കുമ്പോഴാണ് അർച്ചന താഴേക്ക് ഇറങ്ങി നന്ദനോട് എന്താണ് പറയുന്നത് സച്ചി ഇപ്പോഴും കുളിക്കാൻ കയറിയതല്ലേ. എന്നിട്ട് നന്ദനോട് എന്താണ് സന്ധ്യയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പോഴത്തേക്കും സന്ധ്യയ്ക്ക് കൂടെ ആരും നിൽക്കാനില്ല. ഈ സമയത്തെങ്കിലും എന്താണ് ആരെങ്കിലും കൂടെ കാണണം. ആ പാവം ഒത്തിരി സഫർ ചെയ്തു. അബ്ദുൽ ഖാദറിൻ്റെ കാര്യം പറഞ്ഞ് ആരും വിളിച്ച് ആ പാവത്തിന് ബാംഗ്ലൂർ വെച്ച് പറ്റിച്ച് ചതിച്ചു വഞ്ചിച്ചു അങ്ങനെ പല കാര്യങ്ങൾ സംഭവിച്ചു. ഇപ്പം തന്നെ അവിടെ ആരോ കൊണ്ടുവന്ന്
തിരിച്ച് സന്ധ്യയുടെ വീട്ടിൽ തന്നെ ഇട്ടപ്പോൾ രാവിലെ പത്രം ഇടാൻ വന്നവരാണ് സന്ധ്യ ബോധമില്ലാതെ കിടക്കുന്ന കണ്ട് കൊണ്ടുപോയി ഇങ്ങനെ ഈ ട്രിപ്പൊക്കെ ഇടാൻ വേണ്ടി കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പോൾ സന്ധ്യയുടെ കൂടെ ആരുമില്ല. ഈ സമയത്ത് ഞാൻ എത്ര ആശ്വാസം പകർന്നാലും അതിനേക്കാളും വളരെ സന്ധ്യയ്ക്ക് ഇഷ്ടപ്പെടുന്നത് നന്ദേട്ടൻ അടുത്ത് പോകുന്നത്. നന്ദേട്ടന് പോകാൻ അത്ര വലിയ താല്പര്യമില്ല. അതിന് കഴിയത്തില്ലെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ചെങ്കിലും ഒന്ന് സംസാരിക്കണം. നമ്മൾ മാത്രമല്ലേ ഉള്ളൂ സന്ധ്യയ്ക്കെന്നൊക്കെ അർച്ചന പറയുമ്പോഴത്തേക്കും സന്ധ്യയെ കാണാനായിട്ട് ഓടി ഇറങ്ങുവാണ് നന്ദൻ. മറന്നുപോയ ഒരു വ്യക്തിയുണ്ട്. ആ നായികയെ തേടിയാണ് മറ്റൊരു എതിർ പ്രതിനായിക വരുന്നത്. അതാരാന്നറിയാമല്ലോ നമുക്ക് എല്ലാവർക്കും. സ്നേഹയാണ്. സ്നേഹയുടെ കാര്യം എല്ലാവരും ടോട്ടലി മറന്നു. എല്ലാവരും സച്ചിയും അർച്ചന എന്ന ലോകത്തിലേക്ക്. നന്ദൻ തനിക്ക് സംഭവിച്ച തെറ്റുകൾ ആലോചിക്കുന്നു. അതിനുശേഷം തന്നെ സന്ധ്യയുടെ കാര്യം കേട്ടപ്പോൾ നന്ദൻ അതിൻ്റെ പിറകെ തന്നെ പോയി. ഇവിടെ പാവം ഒറ്റയ്ക്കിരുന്ന് കരയുവാണ്. ഈ സ്നേഹ ആലോചിച്ച് കരയുന്ന കാര്യം ഇവനുമായിട്ട് റൂമിൽ പോയല്ലോ. അപ്പോൾ ആ റൂമിൽ പോയപ്പോഴത്തേക്കാണ് അർച്ചന വന്നുകൊണ്ടല്ലേ രക്ഷപ്പെട്ടത്. അപ്പം അടുത്തടുത്തിരുന്ന നിമിഷം അതുപോലെ തന്നെ ഈ വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോഷൂട്ട് ഉണ്ടല്ലോ, ഏറ്റവും രസകരമായ എപ്പിസോഡ് എന്ന് പറയുന്നത് ഇതിൽ ആ ഒരു വെഡ്ഡിങ് ഫോട്ടോഷൂട്ടാണ്. കാരണം അർച്ചന അവധിയെ കലിപ്പിക്കാൻ വേണ്ടി അവളെ വാരിയെടുക്കാനും പൊക്കിയെടുക്കാനൊക്കെ പറഞ്ഞതും ഇതെല്ലാം ആയിട്ട് ആ ധനുഷായിട്ട് ഇരുന്ന് ഓരോ നിമിഷങ്ങൾ ആലോചിച്ചിട്ടും ഇന്ന് ധനുഷിന് ചെവിക്കൊല്ലിട്ടിന് ഒന്ന് കൊടുത്തതൊക്കെ അങ്ങ് ആലോചിക്കണം. ആ വിവാഹ വസ്ത്രം പോലും മാറ്റാതെ ആഭരണങ്ങൾ മാത്രം മാറ്റിയിട്ട് സ്വന്തം ബെഡിൽ നിന്ന് ഒറ്റയ്ക്കിരുന്ന് ഭയങ്കരമായിട്ട് കരയാണ്. ആ കരയുന്ന കാണാൻ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു ചെറിയ സങ്കടം തോന്നും. പക്ഷേ അഹങ്കാരത്തിനുള്ള ഫലമാണെന്നുണ്ടെങ്കിലും ആരും അറിഞ്ഞുകൊണ്ടല്ലല്ലോ ഒരു തെറ്റായ ഒരു വ്യക്തിയെ സ്നേഹിക്കപ്പെടുമ്പോൾ ആ വ്യക്തി നല്ലതാണോ ചീത്തയാണോ നമ്മുടെ കണ്ണിനൊരു മറ വരുവാണ്. അതിനകത്ത് സംഭവിക്കുന്ന തെറ്റിനകത്ത് തന്നെ ഇന്ന് സ്നേഹ കരയുവാണ്. ഈ സ്നേഹ കരയുന്ന കാര്യം ആരും മൈൻഡ് ചെയ്യാൻ പോയിട്ടില്ല. ആ വീട്ടിൽ എല്ലാവരും അവരുടേതായ ഒരു പ്രശ്നം. ആ സമയത്ത് ഇവിടെ പ്രതിനായികയായ നമ്മുടെ അവന്തികയുടെ എൻട്രിയാണ്. അതായത് കാമുകൻ ജയിലിൽ കിടക്കുന്ന അവന്തിക ആ വാകാനിരുന്ന ധനുഷിനെ നഷ്ടപ്പെട്ടിട്ട് സ്നേഹരെന്ന് കരയുന്ന പൂങ്കണ്ണിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് മുതലെ കണ്ണീരുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അവന്തിക ഇപ്പോഴാണ് ഒരു മാസ്റ്റർ പ്ലാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നതായിരിക്കും ഇനി അങ്ങോട്ടേക്ക് എന്തായിരിക്കും ഈ പറയുന്ന എപ്പിസോഡിന് സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഒരു ചെറിയൊരു ഹിൻറ്റും ഒരു ട്രെയിലറാണെന്ന് തന്നെ നമുക്കത് പറയാം. കാരണം അവന്തിക പറയുന്നുണ്ട്, എനിക്കറിയാം മോക്ക് എന്തുമാത്രം സങ്കടം കാണും, നീ എന്നെ കണ്ടത് നീ കണ്ണൊന്നും തുടയ്ക്കേണ്ട സ്നേഹ, എനിക്കറിയാം നിൻ്റെ മനസ്സ് എത്ര പറഞ്ഞാലും എന്തുമാത്രം സങ്കടം ഉണ്ടാവുമെന്ന് ഈ ഏട്ടത്തിക്കറിയാം. നീ ധനുഷിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു, തിരിച്ച് ധനുഷും നിന്നെ അത്രയും മാത്രം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. അത് പറയുമ്പോൾ ഒരു കുത്തിയാണ് പറയുന്നത്. കാരണം ആ സ്നേഹത്തിൻ്റെ അർഹത ഇവക്കാന്നുള്ളതല്ലേ ഇവളുടെ വിചാരം. അങ്ങനെ പറയുമ്പോഴത്തേക്കും സ്നേഹിക്കാണെങ്കിൽ വീണ്ടും ആലോചിച്ച് കണ്ണീര് വരുവാണ്. അപ്പോഴത്തേക്കും നീ വിഷമിക്കേണ്ട, എന്തൊക്കെ പറഞ്ഞാലും ഇതൊന്നും മറക്കാൻ പറ്റില്ല. ഇന്ന് നാട്ടുകാരൊക്കെ പറയുന്ന കേട്ടില്ലേ, ഈ നാട്ടുകാരൊക്കെ പറയുന്നത് നെല്ലിശ്ശേരിയിലെ കുട്ടിക്ക് നല്ലതും ചീത്തയും തിരിഞ്ഞെടുക്കാൻ പോലും അറിയത്തില്ല എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. ഇതൊക്കെ ആര് കാരണമാണ്? ഇതെല്ലാം ആര് കാരണം സംഭവിച്ചത്? ഇതെല്ലാം ഈ അർച്ചന ഒരുത്തിയെ കാരണം സംഭവിച്ചത്. ഈ അർച്ചനയ്ക്ക് ഇന്ന് വന്ന് നന്ദേട്ടനോടോ അല്ലെങ്കിൽ അച്ഛനോടോ ഈ കാര്യം രഹസ്യമായി പറഞ്ഞാൽ പോരായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടല്ലേ ചെയ്യേണ്ടതെന്ന്. നാട്ടുകാരെ മുന്നിൽ വെച്ച് ഈ കല്യാണമൊക്കെ മുടക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് മെല്ലെ ഈ അർച്ചന വന്ന് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് ആർക്കറിയാം. ധനുഷിനെ 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് പോലീസ് സ്റ്റേഷനകത്ത്. എന്തൊരു സങ്കടം. ഇനി ആ ചെറുപ്പക്കാരൻ ഈ തെറ്റൊന്നും ചെയ്തിട്ടില്ല, മനഃപൂർവ്വം തന്നെ അർച്ചന അവനെ ഈ ചതിച്ചതാണെങ്കിൽ അവൻ്റെ മുഖത്ത് നമുക്ക് എങ്ങനെ നോക്കാൻ കഴിയും? അവനോട് ചെയ്യുന്ന വലിയ ചതി ആവത്തില്ലേ നമ്മളെല്ലാവരും കൂടെ ചെന്ന ചതി? അപ്പോഴത്തേക്കും സ്നേഹയുടെ മനസ്സ് മാറും. ഇനി യഥാർത്ഥത്തിൽ ധനുഷ് കുറ്റക്കാരനല്ലേ? ഇത്രയും നേരം ധനുഷിനെ കുറിച്ച് സ്നേഹയുടെ അഭിപ്രായം ഒരു ക്രിമിനലിനെ സ്നേഹിച്ച് സ്നേഹയോട് തന്നെ ഭയങ്കര ഒരു വെറുപ്പും പുച്ഛവും പരിഹാസവും ഒക്കെ ആയിരുന്നു. ആ സ്നേഹയുടെ മനസ്സിനകത്താണ് അർച്ചനയാണ് സർവ്വതിൻ്റെയും കുറ്റക്കാരി. അർച്ചന മനഃപൂർവ്വം തന്നെ ധനുഷിനെ കുടുക്കിയതാണ്. ചിലപ്പോൾ ഒരു പക്ഷേ ധനുഷ് കുറ്റവാളി അല്ലായിരിക്കും. നാളെ കോടതി 15 ദിവസം കോടതി തീരുമാനിക്കുക അവൻ കുറ്റവാളിയോ അല്ലയോ എന്ന കാര്യമൊക്കെ കോടതിയായിരിക്കും തീരുമാനിക്കുന്നത്. അങ്ങനെ അവൻ കുറ്റവാളി അല്ലെങ്കിൽ നിനക്ക് അവനോട് ചെയ്ത തെറ്റിന് നിന്നോട് തന്നെ ക്ഷമിക്കാൻ പറ്റുമോ? എൻ്റെ ഏക പ്രാർത്ഥന ഇതൊക്കെ നാളെ അവൻ കുറ്റക്കാരനല്ല എന്ന് അറിയുമ്പോൾ കുട്ടിക്ക് ഇതൊക്കെ താങ്ങാനുള്ള ആ ഒരു ത്രാണി തരണേ ദൈവമേ എന്നുള്ള ഒറ്റ പ്രാർത്ഥന മാത്രമേ ഏട്ടത്തിക്കുള്ളൂ. എനിക്കറിയാം നിനക്ക് എന്തുമാത്രം വിഷമം കാണും എന്നൊക്കെ ഉള്ള കാര്യം. പക്ഷേ ഇതിനൊക്കെ ഈ നാട്ടുകാരെ കൊണ്ട് ഇങ്ങനെയൊക്കെ നിന്നെ പറയിപ്പിച്ചതൊക്കെ ഈ അർച്ചന ഒരാൾ കാരണം അവർക്ക് ഇതിൻ്റെയൊക്കെ എന്താവശ്യമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അർച്ചനയെക്കുറിച്ച് നേരെ വീണ്ടും വിദ്വേഷം പകർത്തി കൊടുക്കുവാണെങ്കിൽ സ്നേഹയുടെ മനസ്സിൽ സ്നേഹയ്ക്ക് എന്ന ഇപ്പോഴത്തെ സിറ്റുവേഷൻ അത് സ്നേഹയ്ക്ക് ശരി എന്താണ് തെറ്റെന്താണെന്ന് അറിയാതെ നിൽക്കുന്ന നിമിഷമാണ്. കാരണം സ്നേഹ ചെയ്തതിൽ ശരിയാണോ, യഥാർത്ഥത്തിൽ ധനുഷ് കുറ്റക്കാരനാണോ, അതോ ഇനി ഏട്ടത്തെ ചമച്ചതാണോ എന്നൊക്കെ ഉള്ള ഭയങ്കര ഡൗട്ട് ഇരിക്കുന്ന ഒരു സമയത്തിനകത്ത് തന്നെയാണ് ആ ഒരു പ്രണയിച്ചാൾ തെറ്റായി പോയി എന്ന് നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ വരുന്ന ആ ഒരു സമയത്തിൻ്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിനകത്ത് കീറി അടിക്കുന്ന ഗോളാണ് ഈ പഠിക്കുന്നത്. അത് എന്തായാലും ഇമോഷൻ നന്നായിട്ട് സ്നേഹം ട്രിഗർ ചെയ്യാനേ ചാൻസ് ഉള്ളൂ. പിന്നെ കാണിക്കുന്ന പറയുമ്പോഴത്തേക്ക് അവിടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ അവന്തിക പുറത്തിറങ്ങുവാണ്. അവന്തിക പുറത്തിറങ്ങുന്നതും അവന്തിക ഈ സംസാരിച്ചതൊക്കെ കേട്ടുകൊണ്ട് അനക്ക നിൽക്കുകയാണ്. അനക്ക പറയുന്നുണ്ട്, എരുതി എണ്ണ ഒഴിക്കാൻ വേണ്ടി പോയതായിരിക്കും ചേച്ചി, ഞാനെന്നെ എരുതി എണ്ണ ഒഴിക്കാൻ വേണ്ടി പോകുന്നത് ത്തെ കാര്യമൊന്നും പറഞ്ഞുണ്ടാക്കാൻ വേണ്ടി നടക്കല്ലേ അനക്കെ. എല്ലാം കൂടെ ചെന്നിട്ട് അർച്ചനയുടെ കൂടെ ചെന്നിട്ട് അവളുടെ താളത്തിനങ്ങ് തുള്ളിക്കൊണ്ടെങ്കിൽ വരുക. അപ്പോഴത്തേക്കും പറയാം, ഞാൻ എരുതി എണ്ണ ഒഴിക്കാൻ വേണ്ടി വന്നോളാം ചേച്ചി പറഞ്ഞൊക്കെ എന്നെ ഇവിടെ നിന്ന് നല്ലപോലെ കേട്ടതാ.
പിന്നെ ഒരു കാര്യം ചേച്ചിയോട് പറയാനുണ്ട്. തൽക്കാലത്തേക്കൊന്ന് രക്ഷപ്പെട്ടെന്നേ ഉള്ളൂ. തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല. അർച്ചനയേട്ടത്തി മനഃപൂർവ്വം അങ്ങ് രക്ഷപ്പെടുത്തി വിട്ടു. ഈ ഒരു ഫേവർ എന്നും കാണുമെന്നൊന്നും ചേച്ചി പ്രതീക്ഷിക്കേണ്ട. എന്നാ ഇനി ചേച്ചിക്ക് ഇതുപോലെ ധനുഷ് ഇറങ്ങിയ പോലത്തെ ഒരു പുറത്തിറങ്ങക്കെന്ന് പറഞ്ഞ് കാത്തിരുന്നാൽ മതി. അത് എന്നാലും അർച്ചനയേട്ടത്തി തരും തന്നെ കാര്യം ഉറപ്പാണ്. ചേച്ചിയുടെ സ്വഭാവത്തിന് ചേച്ചി അത് ചോദിച്ച് മേടിക്കുകയും ചെയ്യും. ഞാൻ അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രം പോയതാണ്. നീ അതിനകത്ത് വേറെ അർത്ഥങ്ങളൊന്നും കാണാൻ നിൽക്കേണ്ടെന്ന് പറയുമ്പോൾ അനക്ക് പറയും, ഓ ചേച്ചി സ്നേഹം ആശ്വസിപ്പിക്കാൻ വേണ്ടി നല്ല ആൾ ആശ്വസിപ്പിക്കാൻ പോയ ബെസ്റ്റ് ആൾ. എനിക്ക് എൻ്റെ ചേച്ചി അറിയത്തില്ല. ചേച്ചി തന്നെ ഇപ്പോൾ ഒടുക്കത്തെ സങ്കടത്തിനായി. കാരണം കാമുകൻ ഇപ്പം ജയിലിൽ കിടക്കുമല്ലേ. ആ സങ്കടത്തിന് ചേച്ചി വന്ന് ആശ്വസിപ്പിക്കാൻ ആരുണ്ടെന്നല്ലേ ചേച്ചി ചിന്തിക്കേണ്ടത്. ആ സമയത്താണ് ചേച്ചി പോയി സ്നേഹം അങ്ങോട്ടേക്ക് ആശ്വസിപ്പിക്കാൻ പോകുന്നത്. എന്തൊക്കെ കേൾക്കണം. പിന്നെ അർച്ചനേട്ടത്തേക്ക് അറിയാവുന്ന നിങ്ങളും ധനുഷും തമ്മിൽ എന്തോ ഒരു തെറ്റായ ഒരു ബന്ധമുണ്ടെന്നോ എന്തോ ഒരു ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്നേ അറിയത്തുള്ളൂ. പക്ഷേ എനിക്കല്ലേ അറിയത്തുള്ളൂ. എൻ്റെ ചേച്ചിക്ക് ധനുഷ് എന്ന് പറഞ്ഞവനായിട്ട് വഴിവിട്ട ബന്ധമൊക്കെയാണ് ഉള്ളതെന്നുള്ള കാര്യം എനിക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ. അതൊക്കെ കൂടെ ഒന്ന് അറിയുവാന്ന് എന്തായിരിക്കും പറയുമ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ ഭയങ്കര കലി പിടിച്ചിരിക്കുക. അപ്പോഴത്തേക്ക് അനക്ക വെറുതെ ഒന്നുമില്ല. അനക്ക പറയുന്നുണ്ട്, പിന്നെ ആ വഴിവിട്ട ബന്ധത്തിൽ എൻ്റെ ചേച്ചി എന്താണ് പ്രഗ്നൻ്റ് ആയെന്നുള്ള കാര്യം കൂടെ അർച്ചനയിടത്തേക്ക് അറിയത്തില്ല. ഇതെങ്ങാണ് ചേച്ചി ഇനി ഈ വീട്ടിലുള്ളവരെ ഇങ്ങനെ ഉപദ്രവിക്കാൻ വേണ്ടി തന്നെ ചേച്ചി ഈ കുതന്ത്രങ്ങളും കൊണ്ട് തന്നെ നടക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ തന്നെ അർച്ചനയേട്ടത്തിയോട് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയും. ചേച്ചി ആ ഒരു വഴിവിട്ട ബന്ധത്തിൽ പ്രഗ്നൻ്റ് ആയ കഥ വരെ ഞാൻ പോയി പറയുന്ന പറയുമ്പോഴത്തേക്കും ദേഷ്യം അങ്ങ് വന്നിട്ട് നേരെ എന്താണ് അനക്കയുടെ കഴുത്തിന് കുത്തി പിടിച്ച അനക്ക എന്താണ് ചുവരോട് ചെറുതങ്ങ് എന്താണ് കഴുത്തോടങ്ങ് പൊക്കത്തില്ലേ, അങ്ങനെ അങ്ങ് പൊക്കുവാണ്. അപ്പോഴത്തേക്കും എന്താണ് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ പോകുന്ന രീതിയിൽ. അപ്പോഴത്തേക്കും പറയുമെന്ന്, ദേ അറിഞ്ഞ കാര്യങ്ങളും ചിന്തിച്ചതും അറിഞ്ഞതും കാര്യങ്ങളൊക്കെ മനസ്സിൽ തന്നെ നീ കുഴിച്ചു മുടുന്നേ അല്ലത്. അല്ലെങ്കിൽ നീ എൻ്റെ അനിയത്തിയെന്ന് പോലും ഞാൻ നോക്കുന്നത്. കുറേ നാളായി നീ ഒരു പേരും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നടക്കുന്നത്. അറിഞ്ഞ കാര്യങ്ങൾ പുറത്തേക്ക് പറയാൻ വല്ലതാണ് നിൻ്റെ തീരുമാനമെങ്കിൽ നീ എൻ്റെ അനിയത്തിയെന്നുള്ള കാര്യം ഞാൻ അങ്ങ് മറന്നു കളയും. ഇപ്പം നിൻ്റെ കുരവടി ഇരിക്കുന്ന എൻ്റെ കൈയുണ്ടല്ലോ, അത് ഞാൻ നല്ലപോലെ ഒന്ന് അമർത്തി തുടങ്ങിയാലേ പിന്നെ ആ കുരവള്ളി പൊട്ടിച്ചിട്ടല്ല ഞാൻ പിന്നെ ആ കൈ തിരിച്ചെടുക്കത്തില്ല. നിൻ്റെ ചേച്ചിയെക്കുറിച്ച് നിനക്ക് നല്ലപോലെ അറിയാലോ എന്ന് പറഞ്ഞ് തന്നെ കൊല്ലുമെന്നൊരു ഭീഷണി, സ്വന്തം അനിയത്തിനെ കൊല്ലുമെന്ന് തന്നെ ഒരു ഭീഷണി കൊടുത്തിട്ടാണ് അനക്ക എന്താണ് താഴേക്ക് ഇറക്കി വിടുന്നത് ഈ അവന്തിക. അപ്പോൾ അവന്തിക ഇതിന് ശേഷം നോക്കുമ്പോഴത്തേക്കും എന്താണ് അനക്കയ്ക്കാണെങ്കിൽ ഭയങ്കര ഫ്രസ്ട്രേഷൻ, ഇത്രയും ചെയ്തല്ലോ എന്ന ഒരു ഫ്രസ്ട്രേഷൻ അനക്ക അവിടെ നിൽക്കുന്നതും അവന്തിക തിരിച്ച് പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന നേരെ സന്ദീപിനെ ആതിരയാണ്. അപ്പോൾ സന്ദീപ് ആതിരൻ ജനിക്കാൻ പോകുന്ന കുട്ടിക്കുള്ള പേരിടാനുള്ള തിരക്കിനകത്താണ്. അപ്പോൾ അത് രസകരമായ രീതിക്ക് അവർ സംസാരിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും ഒരു പേരിടണമല്ലോ അങ്ങനത്തേക്ക് പറയുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പേരുണ്ട്, പക്ഷേ ആ പേരിട്ടാൽ ശരിയാതില്ല. സന്ദീപ് പറ, സന്ദീപിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരല്ലേ, ആ പേരെന്താ ഞാൻ ഒന്ന് അറിയട്ടെ. അപ്പോഴത്തേക്കും സന്ധ്യ പറഞ്ഞു, ആതിര, ആ ബെസ്റ്റ്, അമ്മയ്ക്കും മോക്കും ഒരേ പേരല്ലേ, നല്ല രസമൊക്കെ. എന്നാൽ പിന്നെ ആൺകുട്ടിയാണെങ്കിലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരായി സന്ദീപ്. ആ അയ്യടി നിൻ്റെ ഒരു വലിച്ച കോമഡി. ഇപ്പം ഞാനാണോ കോമഡി പറഞ്ഞത്, സന്ദീപ് അല്ലേ കോമഡി പറഞ്ഞുകൊണ്ട് വന്നത്. അതൊന്നുമല്ല, നമുക്കൊരു പേര് നല്ല അടിപൊളി പേര് തന്നെ കണ്ടുപിടിക്കണം. ആ പിന്നെ 8 മാസം കൊണ്ട് ആലോചിച്ച് സന്ദീപിന് കിട്ടാത്ത പേരാ ഇന്നൊരു രാത്രി കൊണ്ട് സന്ദീപ് ആലോചിച്ചെടുക്കുന്നത്. അതൊക്കെ ഞാൻ ആലോചിച്ചെടുക്കും. അതെ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. സന്ദീപ് എഴുതുന്ന എന്താണ് ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഞാൻ എന്താണ് കിടന്നുറങ്ങേണ്ടത് നടക്കും. സന്ധ്യ പറയുന്നുണ്ട്, ആ ആതിരയുടെ പേര് അതുപോലെ സന്ദീപിൻ്റെ പേര്. അപ്പോൾ ഈ 2 പേരും ചേർത്ത് നമുക്കൊരു പേര് നോക്കണം. സന്ദീപിൻ്റെ സന്ധി, ആതിരയുടെ ആദി, എല്ലാം കൂടി ചെന്ന് സന്ദേശം ഇട്ടാലോ. ആ സന്ദേശ്, പിന്നെ സന്ദീപേ എന്ന് പറഞ്ഞിട്ട് ആതിരയ്ക്ക് എന്താണ് ആ പേര് ഇഷ്ടമില്ല. അപ്പോഴത്തേക്ക് ആതിര അടുത്ത് അടുത്തൊരു പേരും കൊണ്ട് കൊണ്ടുവരുന്നുണ്ട്. ആൺകുട്ടിയാണെങ്കിലേ നമുക്ക് ആദിത്യൻ എന്നിടാം. എന്നിട്ട് ആദ്യം എന്ന് വീഡിയോ കളിക്കാം. അപ്പോൾ ആദ്യത്തെ മോൻ്റെ പേര് ആദിത്യൻ. അപ്പോഴത്തേക്ക് ആദ്യം ആദ്യത്തെ മോൻ്റെ പേര് ആദിത്യനെങ്കിൽ രണ്ടാമത്തെ മോൻ്റെ പേര് നമുക്ക് കടേസി എന്നിടാം. അപ്പം പിന്നെ 2 മക്കളാവുമല്ലോ കടേസി എന്ന്. അപ്പോഴത്തേക്ക് എന്താണ് അതെന്തോ അതിൽ അങ്ങനെ പറഞ്ഞാൽ അതിന് നമുക്ക് 2 മക്കളല്ലല്ലോ, 2 വേണ്ടേ, നമുക്ക് 2, 3, 4 വേണ്ടേ. ആദ്യമേ ഈ ഒരെണ്ണത്തിനെ ഒന്ന് പ്രസവിച്ചിറക്കട്ടെ, മിക്കവാറും ഇത് തന്നെ ആയിരിക്കും ആദ്യം കടേസിയൊക്കെ ഇത് തന്നെ ആകാനേ ചാൻസ് ഉള്ളൂ എന്നിട്ട് ഞാൻ എന്തായാലും ഉറങ്ങും. എന്നിട്ട് ആതിര കിടന്നുറങ്ങും. സന്ദീപ് അവിടെ എന്താണ് റൊമാൻറ്റിക് ആയിട്ട് നിന്ന് ഈ പേരൊക്കെ ആലോചിക്കുന്ന കാണിച്ചാണ് അവർ തമ്മിലുള്ള ഒരു നല്ലൊരു എന്താണ് ഒരു വൈവാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കാണിക്കുന്ന നേരെ എന്താണ് നമ്മുടെ സന്ധ്യയാണ് കാണിക്കുന്നത്. സന്ധ്യ എന്താണ് ഒരു ചെറു പുഞ്ചിരിയോടെ അവിടെ ഇരിക്കുന്നത്. സന്ധ്യ വേഗം തന്നെ എന്താണ് അങ്ങ് ഉറങ്ങിപ്പോകണം. അപ്പോൾ സന്ധ്യ ഉറങ്ങുമ്പം സന്ധ്യ ഉറങ്ങിയൊന്ന് കണ്ണൊന്ന് തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് അവിടെ നന്ദനാണ്. അപ്പോഴത്തേക്കും നന്ദൻ പറയുന്നത്, പേടിക്കേണ്ട, നോക്കണ്ട, ഇത് സ്വപ്നമൊന്നുമല്ല, ഞാൻ തന്നെയാണ്, ഞാൻ ഇവിടെ നിൽപ്പുണ്ട്. സന്ധ്യ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന് ഇവിടെ കിടക്കണ്ട. എന്തായാലും എന്താണ് സന്ധ്യ പിടിച്ചുകൊണ്ട് പോയത് ആ ധനുഷ് തന്നെ ആയിരിക്കുമോ, ധനുഷ് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നന്ദൻ വിശ്വസിക്കുമോ പറയുന്നുണ്ട്. അവൻ ഇതുവരെ പോലീസിനോട് കുറ്റങ്ങളൊന്നും സമ്മതിച്ച് തന്നിട്ടുമില്ല, എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നാൽ അവൻ എന്തിനാ സന്ധ്യയോട് ഇത്രമാത്രം ശത്രുത തോന്നുന്നതെന്നൊക്കെ അവർ
തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കുമാണ് എന്താണ് വേറൊരാൾ വന്നിട്ട് പറയുന്നത്, "ഇപ്പം എങ്ങനെയുണ്ട്? എല്ലാം ഓക്കെ അല്ലേ?" അല്ല കുറച്ച് ക്ഷീണം കൂടെ ഉണ്ട്. അത് ചിലപ്പം ട്രാവലിൻ്റെ ടയേർഡൊക്കെ ആയിരിക്കും. ഒരു ബ്ലഡ് ടെസ്റ്റും കൂടെ ഉണ്ട്. അപ്പോഴത്തേക്ക് അതിൻ്റെ റിപ്പോർട്ട് എന്താണ്, നാളെ ഞാൻ കൊടുത്തുവിടാം. അപ്പോഴത്തേക്ക് എന്താണ് ഈ നന്ദൻ പറയുന്നത്, "അത് വേണ്ട, ഞാൻ വന്ന് മേടിച്ചോളാം. സന്ധ്യയുടെ കൂടെ ഞാനുണ്ട്. സന്ധ്യ ഒറ്റയ്ക്കല്ല" എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോവാണ്. അപ്പോഴത്തേക്കും സന്ധ്യ ഒറ്റയ്ക്കല്ല എന്ന് പറയുമ്പോഴത്തേക്കും സന്ധ്യയ്ക്ക് ഭയങ്കര എന്താണ് സന്തോഷമാണ്. അപ്പം സന്ധ്യയും നന്ദനും തമ്മിൽ നല്ലൊരു എന്താണ് വൈബാണ് കാണിക്കുന്നത്. ഇച്ചിരി ഒരു നല്ലൊരു റൊമാൻറ്റിക് വൈബ് തന്നെ കാണിക്കുന്നത്. സന്ധ്യയ്ക്ക് വേണ്ടി നന്ദൻ എന്നും കാണും. സന്ധ്യ ഇങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് വന്ന് കിടക്കേണ്ട വ്യക്തിയല്ല. അർച്ചന ഈ കാര്യങ്ങളൊക്കെ തന്നോട് പറഞ്ഞെന്നും നാളെ സന്ധ്യ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് മാത്രമേ നന്ദൻ പോത്തുള്ളൂ, അതുവരെ ഇവിടെ തന്നെ കാണുന്നതൊക്കെ സന്ധ്യയ്ക്ക് ഉറപ്പ് കൊടുക്കും. സന്ധ്യയ്ക്ക് എന്താണ് തനിക്ക് എല്ലാവരും ഉള്ള പോലത്തെ ആ ഒരു മനസ്സിന് ആ ഒരു സന്തോഷത്തിനകത്ത് അവർ രണ്ടുപേരും നല്ല എന്താണ് പരസ്പരം സ്നേഹത്തോടെ നോക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണിച്ചാണ് ഇനി കാണാൻ പോകുന്ന എന്താണ് മാഗ്രീം സീനിൽ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ചാനൽ കാണാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ പ്രസ് ചെയ്യുന്നതിന് കമൻസും ഷെയർസ് ലൈക്സിന് ആരും മറക്കണ്ട കേട്ടോ. ബൈ.